നോക്കുന്ന നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള ചർച്ചകൾ ഇന്ന് രാവിലെ നടക്കും. വ്യാപാര യുദ്ധം മുതൽ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ഉൾപ്പെടെ ചർച്ചയാകും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏറെ നിർണായകമായ ഒരു ചർച്ച നടക്കുന്നു. ആ ചർച്ചയ്ക്ക് എത്തുമ്പോൾ ട്രംപ് മുമ്പത്തെ ചർച്ചയ്ക്ക് വരുന്നത് പോലെയല്ല. പശ്ചിമേഷ്യയിൽ ട്രംപ് ഉദ്ദേശിച്ച ട്രാക്കിലേക്ക് കാര്യങ്ങൾ വന്നിട്ടില്ല. ഇറാനിലെ യുദ്ധത്തിലടക്കം അമേരിക്കയെ പ്രതീക്ഷിച്ചതുപോലെയല്ല കാര്യങ്ങൾ നീങ്ങിയത്. ഒപ്പം വലിയ വ്യാപാര തീരുവ യുദ്ധമൊക്കെ നടന്ന പശ്ചാത്തലം, അത് കഴിഞ്ഞ ശേഷമുള്ളൊരു കൂടിക്കാഴ്ച അമേരിക്ക ചൈനയിൽ നിന്നുള്ള ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിൽ വലിയ പ്രതീക്ഷ വെക്കുന്നുണ്ടല്ലോ. ഗോകുൽ, അത് മാത്രമല്ല 2017 ശേഷം ഇത് ആദ്യമായിട്ടാണ് US പ്രസിഡന്റും അതുപോലെ ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള ഈ ചർച്ചകൾ നടക്കുന്നത്. ഗുഡ് മോർണിംഗ് ഗോകുൽ, ശ്രീനിധി. ഈ ചർച്ചകൾ ഇന്ന് രാവിലെ ആരംഭിക്കും. താരിഫുകൾ, അതുപോലെ തായ്വാൻ വിഷയം, ഉപരോധങ്ങൾ, അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി, ഇത് കൂടാതെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ കടുത്ത മത്സരമാണ്. ഇതെല്ലാം ഈ ചർച്ചാ പട്ടികയിലുണ്ട്. എന്നാലും ഇറാനുമായി ഈ ചൈന ചില രഹസ്യ ആയുധ കച്ചവടങ്ങൾ നടത്തിയതിനെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഡൊണാൾഡ് ട്രംപ് ഈ ചർച്ചയിൽ ഉന്നയിക്കുമോ എന്നാണ് ലോകം പ്രധാനമായി നോക്കുന്നത്. ഇറാനിലെ ഈ യുദ്ധ സാഹചര്യങ്ങൾക്കിടയിൽ ചില ചൈനീസ് കമ്പനികൾ അവിടെ ആയുധങ്ങൾ വിൽക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഈ സാമ്പത്തിക താല്പര്യങ്ങൾക്കൊപ്പം തന്നെ ആഗോള സുരക്ഷാ വിഷയങ്ങളും ഡൊണാൾഡ് ട്രംപ് ചൈനയുടെ സഹായം തേടുവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇറാനിൽ നിന്നുള്ള എണ്ണയുടെ ഒരു മെയിൻ കസ്റ്റമർ അത് ചൈനയാണ്. ആ നിലയ്ക്ക് ചൈനയ്ക്ക് ഇറാന്റെ മേൽ വലിയ സ്വാധീനമുണ്ട്. അതുകൊണ്ട് തന്നെ ഹോർമൂസ് കടലൊടുക്ക് വീണ്ടും തുറക്കുവാൻ ഇറാൻ ഭരണകൂടത്തെ പ്രേരിപ്പിക്കാൻ ഒരുപക്ഷെ ചൈന ഈ സ്വാധീനം ഉപയോഗിക്കണമെന്ന ഒരു ഡിമാൻഡ് ട്രംപ് വയ്ക്കുവാൻ ഉള്ള സാധ്യതയുണ്ട്. അതേസമയം അമേരിക്കയിൽ നിന്ന് നേരത്തെ ഗോകുൽ സൂചിപ്പിച്ചതുപോലെ വലിയ തോതിലുള്ള നികുതി ഇളവുകളാണ് ഷീ ജിൻപിങ് പ്രതീക്ഷിക്കുന്നത്. ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ചൈനീസ് കമ്പനികൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ കർശന ഉപരോധങ്ങളിൽ ഇളവ് വരുത്തണമെന്ന് ചൈന ആവശ്യപ്പെടും. കൂടാതെ തായ്വാൻ ഒരു പ്രധാന വിഷയമാണ്. തായ്വാന്റെ സ്വാതന്ത്ര്യത്തെ അമേരിക്ക പിന്തുണയ്ക്കുകയാണ്. ആ നയത്തിൽ നിന്ന് അമേരിക്ക പിന്മാറണമെന്നുള്ള ചൈനയുടെ എക്കാലത്തെയും വലിയ ആവശ്യങ്ങളിൽ ഒന്നാണ്. അതും ഈ ചർച്ചയിൽ വരുവാനുള്ള സാധ്യതയുണ്ട്. ഗോകുൽ, ശ്രീനിധി. ശരി, അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.